CPIM സംസ്ഥാന സമ്മേളനത്തിനായി കൊല്ലം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. ആശ്രാമം മൈതാനത്ത് 2 ലക്ഷം പേര് അണിനിരക്കുന്ന പൊതുസമ്മേളനവും റെഡ് വോളണ്ടിയർ പരേഡുമുണ്ടാകും. 650-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കൾ പ്രത്യേക ക്ഷണിതാക്കളായെത്തും. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലം ജില്ലയിൽ നടക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി 7 ദിവസം മാത്രം. 30 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ജില്ല വേദിയാകുന്നത്. ഇതിനായി നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഒരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, നഗരവും ചുവന്നു തുടങ്ങി. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ ചേരുന്ന 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇതിനായി കൊല്ലത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒഴിഞ്ഞ മതിലുകളെല്ലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ചുമരെഴുത്തുകൊണ്ടും പാതയോരങ്ങളിൽ പ്രചരണ ബോർഡുകളും കട്ടൗട്ടുകളും ചെങ്കൊടികൾ കൊണ്ടും നിറഞ്ഞു. കൊല്ലം ടൗൺ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 9-ാം തീയതി ആശ്രാമം മൈതാനത്ത് 2 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനവും റെഡ് വോളണ്ടിയർ പരേഡും ഉണ്ടാകും. 650-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്തും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 1/4 ലക്ഷം റെഡ് വോളണ്ടിയർമാരും 2 ലക്ഷത്തിലധികം ബഹുജനങ്ങളും പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞകാല സംസ്ഥാന സമ്മേളനങ്ങളെക്കാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജ് നയിക്കുന്ന പതാക ജാഥ മാർച്ച് 1-ന് കയ്യൂരിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 5-ന് വൈകിട്ട് ആശ്രാമ മൈതാനിയിൽ മന്ത്രി KN ബാലഗോപാൽ പതാക ഉയർത്തിയ ശേഷം ജില്ലയിലെ 23 രക്തസാക്ഷി കുടീരത്തിൽ നിന്നുമുള്ള ദീപശിഖകളും സംഗമിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള സമ്മേളന നഗരിയിൽ സമാപിക്കും. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ സമഗ്ര കവറേജിനായി റിപ്പോർട്ടർ TVയും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരാണ് റിപ്പോർട്ടിങ്ങിനായി അണിനിരക്കുന്നത്. എക്സ്ക്ലൂസീവ് വാർത്തകളും റിപ്പോർട്ടർ TVയിൽ തത്സമയം ലഭ്യമാകും. വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.